ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹിമാലയ റോയൽ എൻഫീൽഡ് ഹിമാലയയുടെ ക്ലച്ച് കേബിൾ മാറുന്നതാണ്. ഈ വണ്ടിക്ക് ക്ലച്ച് കേബിൾ കംപ്ലൈൻ്റ് ആണ്. അത് ഇവിടെ കണ്ടോ, ഇവിടെ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കേബിൾ മാറുന്നത്, അതെങ്ങനെ അതിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായി വരുന്ന ടൂള് ഒരേ ഒരു ടൂൾ മതിയാവും. ഒരു 12-ൻ്റെ സ്പാൻഡർ മാത്രം മതിയാവും. അപ്പോൾ ഇതാണ് ക്ലച്ച് കേബിൾ. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 185 രൂപ. അപ്പോൾ ഇതാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അത് ഏത് രീതിയിൽ കിടക്കുന്നതെന്ന് നോക്കണം. ആർക്കും കേബിള് മാറേണ്ടതേ ഉള്ളൂ വീട്ടിൽ വെച്ച്. കണ്ടോ, ഇതാ ഈ ക്ലാമ്പിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് ഇതാ ഇവിടെ ഈ ടാഗ് ടൈ വെച്ച് ഇതിനെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിനെ നോക്കി പതുക്കെ താഴോട്ട് ആ വയറൊന്നും പ്രശ്നം വരാതെ കണ്ടോ ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ക്ലാമ്പ് കണ്ടോ. ഈ ക്ലാമ്പിൽ നമ്മളതിനെ ഇവിടെ നിന്ന് ഇളക്കിയിട്ട് ഇവിടെ 12 സ്പാൻഡർ ഉപയോഗിച്ച് ഇവിടെ കണ്ടോ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡൊന്ന് ലൂസ് ചെയ്യണം. എന്നിട്ടൊന്ന് ബാക്കിലോട്ട് എടുത്ത് ഇവിടെ വിജയം ചാടിപ്പോയി കണ്ടോ, ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെ ഒന്ന് ലൂസ് ചെയ്ത് ഇതിലേ ഇങ്ങനെ. എന്നിട്ട് ഈ നട്ടൊക്കെ ഒന്ന് ഊരി ഇടുക, എങ്കിലേ അതിലെ ഊരി വരത്തുള്ളൂ. കണ്ടോ, ഈ രീതിയിലാക്കിയിട്ട് നമുക്കത് ഇതിലെ മെല്ലെ ഇതിലെ ഊരി ഇത്ര. നമ്മൾ കേബിൾ ഊരി എടുത്തു കഴിഞ്ഞു. ഇനി പുതിയ കേബിൾ നമ്മളെങ്ങനെ അതിൽ കണക്ട് ചെയ്യും. അപ്പോൾ പുതിയ കേബിൾ ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്തതല്ല, ഈ ബൂട്ട് നമുക്ക് ഇളക്കിയിടുക. അതുപോലെ നമുക്ക് ബൂട്ട് തിരിച്ചിടണം. ഇതിനട്ടൊക്കെ ഒന്ന് ഇളക്കി. ശരി, നമുക്ക് ഇവിടെ ഒരു സ്ഥലം നേരത്തെ നമ്മൾ ഈ ക്ലാമ്പിൻ്റെ ഇടയ്ക്ക് കൂടെ അതുപോലെ ഇഷ്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ വരണം. ഓക്കെ, വേണ്ട ഇതാ ഇതിൻ്റെ അകത്ത് കൂടെ കെട്ടിയൊന്നും വലിക്കണ്ട, പതുക്കെ വയറൊന്നും ഡാമേജ് ആവാതെ. കണ്ട, നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, ഹാൻഡിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വേണ്ട ഈ സ്ലോട്ടിൽ ഓക്കെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വേണ്ട. ഇനി ഇതിനെ ഒന്ന് ഇറക്കിയുണ്ട്. നേരത്തെ ആ ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതില് വേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു നട്ട് ആദ്യം ഒന്ന് ഇടണം.
എന്നിട്ട് കുറച്ചൊന്ന് ബാക്ക് എടുത്തിട്ട് ഇതാണ്ട. ഓക്കെ, മാക്സിമം ക്ലോസ് ചെയ്തു. അടുത്ത് 2 നട്ട് ഉള്ളതിൽ അടുത്ത നട്ട് നമ്മൾ ഇടുകയാണ്. ശരി, അടുത്ത ബൂട്ട് ആണ്ടോ, ഈ വലിയ ഭാഗം നമുക്ക് ഇതിങ്ങനെ ഇന്നറൊന്ന് പിടിച്ചുകൊണ്ട് നല്ല ഒന്ന് പ്രസ് ചെയ്ത് എന്താ ഇതിലെ ഇവിടെ ഒന്ന് കയറ്റി. ഓക്കെ, അപ്പോൾ കേബിള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ക്ലാമ്പിൽ ഇതിൽ ക്ലച്ച് ലിവറിൽ അതാണ്ടോ കീപ്പർ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് കേബിൾ ഇട്ട് കഴിഞ്ഞു, അടുത്ത് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ നട്ട് ലൂസാവും തോറും ക്ലച്ച് എൻഗേജ് ഇതാവും കേട്ടോ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അവിടുത്തെ ഫ്രീ പ്ലേ ഒന്ന് നോക്കാം. ലിവറിൽ ഇതാ കണ്ടോ, ഈ പ്ലേ ഉണ്ടോ? ഇത് കുറച്ചുകൂടെ കുറയണം, ഇത് കുറച്ചുകൂടെ കുറയണം. ഒരു 2 mm നമുക്ക് മതിയാവും. അപ്പോൾ ഇവിടെ ഇതാ ഒരു 2 പിരിയും കൂടെ ഒന്ന് ലൂസ് ചെയ്ത് ഒരു തള്ളി ടൈറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. വേണ്ട, അപ്പോൾ ഒരു പൊടിക്കും കൂടെ നമുക്ക് ഒരു പിരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. നേരത്തെ പോലെ താ ഈ നട്ട് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഒരു തള്ളി മതി. വേണ്ട, ഈ പ്ലേ നമുക്ക് വേണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പിന്നെയും പ്ലേ കൂടാൻ ചാൻസ് ഉണ്ട്, കാരണം പുതിയ കേബിളാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഞാനിതാ ക്ലച്ച് ലോക്ക് ചെയ്യുക. നമ്മളിങ്ങനെ കറങ്ങാതെ പിടിച്ചുകൊണ്ട് മൊത്തത്തിൽ കേബിൾ കറങ്ങരുത്, കറങ്ങാത്ത രീതിയിൽ ലോക്ക് ചെയ്യും. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിടിക്കുമ്പോഴിവിടെ ശ്രദ്ധിക്കുക. വേണ്ടോ, കറക്റ്റായി. അപ്പോൾ നമുക്ക് ഈ പ്ലേ ഇല്ലാത്ത രീതിയിൽ, ഈ പ്ലേ എപ്പോഴും വേണം. ഈ പ്ലേ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലച്ച് ആക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. എങ്കിൽ ക്ലച്ച് ഫേസിങ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുള്ളിങ് പ്രശ്നം വരും, ഓടിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ പ്ലേ എപ്പോഴും വണ്ടിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കേബിൾ മാറുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.